So here is our first question. During a cycle, the sum of all heat transfers is minus 200 kilojoules. The system completes 2 cycles per second. Complete the following table showing method for each item and compute the net rate of work output in kilowatt. So in table we can see that process AB, the heat transfer is given in kilowatt, that is 0. The work transfer in kilowatt is given as 36, and we have to fill up the change in internal energy delta E in kilowatt. അത് കണ്ടുപിടിക്കാനുള്ളതാണ്. Next process BC, heat transfer Q is 350, work done W is 0, and we have to find out delta E for process BC. And for process CD, we have heat transfer minus 35, work transfer is to be found, and delta E value is given as minus 610. And the last process DA, the whole values, heat transfer, work transfer and internal energy change is to be found. So ഇതാണ് ചോദ്യം. ഇതിൽ ഈ ഡാഷ്ഡ് ഐറ്റംസ് ഉള്ള ടേംസ് നമ്മൾ ഫില്ല് ചെയ്യുകയാണ് ഉദ്ദേശം. ആൻഡ് ഓൾ ദ ഗിവൺ വാല്യൂസ് ഇറ്റ്സ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു പ്രോബ്ലം നിങ്ങൾ വേഗം നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. സോ ദാറ്റ് നമ്മൾ പ്രോബ്ലം ഡിസ്കഷൻ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എനിക്ക് വീണ്ടും കാണിക്കാൻ കഴിയില്ല. സോ ടേക്ക് ഡൗൺ ദിസ് ക്വസ്റ്റ്യൻ ഓൺ ടു ദി നോട്ട്ബുക്ക് ആൻഡ് ദെൻ വി വിൽ സോൾവ് ഫോർ ദി പ്രോബ്ലം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്തേണ്ടത് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ടിലേക്ക് അതേപോലെ പകർത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ് എനിക്ക് വാല്യൂസ് ഇവിടെ ഈ ഒരു സ്പേസിനുള്ളിൽ ആ ഒരു കോളംസ് വരക്കലും പിന്നെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യലും ഒക്കെ പാടെല്ലാം ഈ സ്പേസിൽ നടക്കില്ല. സോ ഐ ഹോപ്പ് യു ഹാവ് ടേക്കൺ ഡൗൺ ദാറ്റ് പ്രോബ്ലം. ദാറ്റ്സ് എ ഡയറക്റ്റ് പ്രോബ്ലം ആൻഡ് എ സിമ്പിൾ പ്രോബ്ലം. നോർമലി ഒരു പക്ഷേ യൂണിവേഴ്സിറ്റിക്ക് ഇങ്ങനത്തെ ഡയറക്റ്റ് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, എന്നിട്ട് പോലും പല സ്റ്റുഡൻസിനും ആൻസർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സോ വി വിൽ ഗോ ഇറ്റ്. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? ദ സം ഓഫ് ഓൾ ഹീറ്റ് ട്രാൻസ്ഫേഴ്സ്, അതായത് പ്രോസസ്സ് നടന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്രോസസ്സ്? എ ടു ബി പ്രോസസ്സ് തന്നു, ബി ടു സി പ്രോസസ്സ് തന്നു, സി ടു ഡി തന്നു, ആൻഡ് ഡി ടു എ. അപ്പോൾ ഇത് സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയാൻ കാരണം എയിൽ തുടങ്ങി എയിൽ തന്നെ അവസാനിച്ചു. അപ്പോൾ ടോട്ടൽ ആയിട്ടുള്ള ട്രാൻസ്ഫർ റേറ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടേബിൾ തന്നിട്ടുള്ളത് ക്യൂ, കാണുന്നില്ല, ടോട്ടൽ നമുക്ക് ടേബിൾ തന്നുള്ള ക്യൂ ആൻഡ് ഡബ്ല്യു എന്ന് പറയുന്നത് വാല്യൂ. ഒരു ഉദാഹരണത്തിന് ദിസ് വാസ് 0, ദിസ് വാസ് 350, ദിസ് ഈസ് minus 35 ആൻഡ് ഹിയർ ദ വാല്യൂ ഇസ് നോട്ട് ഗിവൺ. ഡബ്ല്യൂയുടെ വാല്യൂ തന്നിട്ടുള്ളത് ഇറ്റ് ഈസ് 36, ദെൻ കംസ് 0, ദിസ് വാല്യൂ ഇസ് നോട്ട് ഗിവൺ, ദിസ് വാല്യൂ ഇസ് നോട്ട് ഗിവൺ, ആൻഡ് ചേഞ്ച് ഇൻ the kinetic, internal energy, these two values are not given, minus 610, and here the value is not given. So ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നത്, ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. എത്ര സൈക്കിൾസ് ആണ് നടക്കുന്നത്? 2 സൈക്കിൾസ് നടക്കുന്നുണ്ട് അല്ലേ? ഒരു സൈക്ലിക് പ്രോസസ്സാണ് ഈ കാണുന്ന എ ബി ബി സി സി ഡി എ ഡി എ. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് 2 പ്രാവശ്യം സൈക്ലിക് ആയിട്ട് നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു. റൈറ്റ്? സോ 2 സൈക്കിൾസിലാണ് നടക്കുന്നത്. ആൻഡ് ദേ ഹാവ് സെഡ് ദാറ്റ് പെർ 1 സൈക്കിൾ, അതായത് ടോട്ടൽ ഡ്യൂറിങ് 1 സൈക്കിൾ ദ സം ഓഫ് ഓൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എത്രയാ? minus 200 കിലോ ജൂൾസ് ആണ്. ഓക്കെ, യൂണിറ്റ് മറക്കരുത് കേട്ടോ. ദിസ് ഈസ് ഫോർ 1 സൈക്കിൾ. ടോട്ടൽ എത്ര സൈക്കിൾ ഉണ്ട് തന്നത്? നമുക്ക് എന്നോട് പറഞ്ഞത് 2 സൈക്കിൾസിലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഇതാണ് പ്രോസസ്സ് എ ടു ബി, ബി ടു സി, സി ടു ഡി, ഡി ടു എ, സി ഡി, എയിൽ നിന്ന് ബി, ബിയിൽ നിന്ന് ബി ടു സി, സി ടു ഡി ആൻഡ് ഡി ടു എ. ഇത് വെറുതെ ഒരു പ്രോസസ്സ് ഞാൻ വരച്ചതാണ്. അപ്പോൾ ഒരു സൈക്കിൾ, അതായത് എ ടു ബി, ബി ടു സി, സി ടു ഡി, ഡി ടു എ നടന്ന് ഒരു സൈക്കിൾ കഴിയുമ്പോൾ കിട്ടുന്നത് minus 200 കിലോ ജൂളാണ്. അതായത് പുറത്തേക്ക് വരുന്നത് 200 കിലോ ജൂൾ. ഹീറ്റ് ഈസ് ഗിവൺ ഔട്ട്, മൈനസ് സൈൻ ആണ് അല്ലേ? പുറത്തേക്കാണ് 200 കിലോ ജൂൾസ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. പക്ഷേ ഇത് ഒരു സൈക്കിളിനാണ്. അപ്പോൾ 2 സൈക്കിളിനാകുമ്പോൾ എത്രയായിരിക്കും ടോട്ടൽ വരിക? ടോട്ടൽ എത്ര വരിക? ഇറ്റ് വിൽ ബി minus 400 അല്ലേ?
2 സൈക്കിൾസിനാകുമ്പോൾ ഇത് ഒരു സൈക്കിളിനാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് -200 അല്ല വരേണ്ടത്. സിഗ്മ ക്യൂ ഈസ് -200 എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് -200 അല്ല വരേണ്ടത്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് -400 ആണ് വരുന്നത്. കാരണം എന്താ, ഇവിടുത്തെ ഈ 350 എന്ന് പറഞ്ഞാൽ, അതായത് BC പറയുന്ന പ്രോസസ്സിൽ, BC എന്ന് പറയുന്ന ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ കിട്ടുന്ന ഈ ഇൻപുട്ടായി വരുന്ന ഹീറ്റ് 350 ആണ്. അത് ഒരു പ്രാവശ്യമല്ല, 2 സൈക്കിൾസ് നടക്കുമ്പോൾ ആദ്യം ABCD ഒരു സൈക്കിൾ കഴിയും, എന്നിട്ട് അടുത്ത ABCD രണ്ടാമത്തെ സൈക്കിൾ കഴിയുമ്പോൾ 2 സൈക്കിളിലും കൂടെ ടോട്ടലാണ് 350. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ തരുന്നത് ദാറ്റ്സ് ഫോർ 2 സൈക്കിൾസ് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോസസ്സിനാണ്. ഫോർ എ സിംഗിൾ സൈക്കിൾ ടോട്ടൽ ഇറ്റ് വാസ് ഗിവൺ ആസ് -200. ഇത്രയാണ് ക്വസ്റ്റിൻ്റെ ബേസിക് സംശയമുള്ളത്. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ്, അപ്പോൾ ഇതിൽ നമുക്ക് കാണേണ്ടത് ഈ ടേബിൾ ഫുള്ളാക്കുക. ടേബിൾ ഫുള്ളാക്കാൻ ഈ വാല്യൂ അറിയില്ല, ഈ വാല്യൂ അറിയില്ല, ഇത് രണ്ടും കണ്ടുപിടിക്കണം. പിന്നെ ഈ അടുത്ത കേസിൽ ഈ വാല്യൂ അറിയില്ല, ഇത് കണ്ടുപിടിക്കണം. ലാസ്റ്റിലെ ഒരു വാല്യൂസ് നമുക്കറിയില്ല, അത് ഫുള്ള് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം. സോ നമ്മൾ ആദ്യം ഓരോരോ പാത്തുകളും അല്ലെങ്കിൽ ഓരോരോ പ്രോസസ്സുകളുടെയും നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ വാല്യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾ ആ പ്രോബ്ലം നോട്ടിലേക്ക് പകർത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ദെൻ വി ക്യാൻ ഡു ദി പ്രോബ്ലം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. സോ ഫസ്റ്റ് വൺ AB എന്ന് പറയുന്ന പ്രോസസ്സാണ്. സോ ഫോർ പ്രോസസ് AB നമുക്ക് തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഓൾറെഡി അറിയാം, ആസ് പെർ ഒരു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഒരു പ്രോസസ്സിനാകുമ്പോൾ ദ ഇക്വേഷൻ ഈസ് ΔQ ഈസ് ഈക്വൽ ടു W പ്ലസ് Q ഈക്വൽ ടു W പ്ലസ് ΔE. ദിസ് ഈസ് ദി ഇക്വേഷൻ. Q ഈസ് ഈക്വൽ ടു W പ്ലസ് ΔE. അതിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താ? ΔE ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ΔE ഓഫ് പ്രോസസ് AB ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഓഫ് AB മൈനസ് W ഓഫ് AB ആണല്ലോ. Q ഓഫ് AB മൈനസ് W ഓഫ് AB. സോ Q ഓഫ് AB വാല്യൂ എത്രയാണ് നമുക്ക് ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? എത്ര വാല്യൂ ആ ടേബിൾ തന്നിട്ടുള്ളത്? വാല്യൂ 0 kJ അല്ലേ? And what is the value of WAB given? Minus WAB is plus 36. So 0 minus 36. So value എത്രയാ? -36 കിലോ. എത്ര യൂണിറ്റ് തന്നിട്ടുള്ളത്? കിലോ വാട്ട് ആണ് തന്നിട്ടുള്ളത്. സോ ഇറ്റ് വിൽ ബി കിലോ വാട്ട് മീൻസ് കിലോ ജൂൾസ് പെർ സെക്കൻഡ്. സോ ഫസ്റ്റിലെ പ്രോസസ് AB-യിലെ അവസാനത്തെ ബോക്സിലെ ΔAB നമുക്ക് കിട്ടി. അപ്പോൾ ആ ബോക്സിൽ ആ ഒരു സൈഡ് കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാ? നമുക്ക് പ്രോസസ് BC-യിലും സിമിലർ വേ ലാസ്റ്റത്തെ പാർട്ടാണ് എനിക്ക് കിട്ടാനുള്ളത്. സെയിം ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു W പ്ലസ് ΔE. ആൻഡ് ദർ ഓൾസോ ΔE ഓഫ് BC-യിലെ ΔE ആണ് എനിക്ക് കാണേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഓഫ് BC മൈനസ് W ഓഫ് BC. സോ Q ഓഫ് BC എന്ന് പറയുന്നത് എത്ര നമുക്ക് തന്നിട്ടുള്ളത്? ദ വാല്യൂ ഈസ് ഗിവൺ ആസ് 350 മൈനസ് W ഓഫ് BC എന്ന് തന്നിട്ടുണ്ടോ? നമുക്ക് W ഓഫ് BC വാല്യൂ തന്നിട്ടുള്ളത് ഇറ്റ് ഈസ് 0. സോ വാട്ട് ഈസ് ദി ആൻസർ? 350 മൈനസ് 0 ഈസ് 350 kilowatt. സോ ദിസ് ഈസ് ദി internal energy change during the path BC. അപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ 2 റോയിലെയും അവസാനത്തെ 2 ആ കോളത്തിൻ്റെ 2 വാല്യൂസ് കിട്ടി. ΔE വാല്യൂ കിട്ടി. സോ ദീസ് 2 വാല്യൂസ് ആർ നോട്ട്. അപ്പോൾ എനിക്ക് ക്വസ്റ്റ്യനിലെ ഒരു ആൻസർ, ആ ബ്ലോക്കിൽ ഒരു ആൻസർ കിട്ടി. ദാറ്റ് ഇസ് -36. ആൻഡ് അടുത്തത് ΔE BC ആണ്, അതും എനിക്ക് കിട്ടി. ഓക്കെ, ഇനി എനിക്ക് കാണാനുള്ളത് പാത്ത് CD-യിലെ വർക്ക് ഡൺ. So now I am going for the path CD. Again CD. Again, if I am going for the first law of thermodynamics in the equation prakaram, my equation will be Q is equal to ΔE plus W. And ഇവിടെ എനിക്ക് വർക്ക് ഡൺ ആണ് വേണ്ടത്. വർക്ക് ഡൺ അറ്റ് CD ആണ് വേണ്ടത്. So that is equal to Q at CD minus ΔE at CD. So what is the value of Q at CD given? The value is -35 minus of ΔE at CD is -610. The value given. Alle. So minus that is plus. So -35 plus 610. And if you are using കണക്കൂട്ടാം, അതിന് കാൽക്കുലേറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. So the value you will get is 575 kilowatt. That is the work done at CD. ക്ലിയർ ആണല്ലോ? വർക്ക് ഡൺ അറ്റ് CD നമുക്ക് കിട്ടി. ഇനി നമ്മുടെ മൂന്നാമത്തെ കാര്യമായിരുന്നു വർക്ക് ഡൺ അറ്റ് CD. അതും എനിക്ക് കിട്ടിയിട്ടുണ്ട്.
സോ ഇനി എനിക്ക് വേണ്ടത് ലാസ്റ്റ് റോയിലെ ഫുൾ വാല്യൂസ് എനിക്ക് വേണം. അതായത് ലാസ്റ്റ് റോ പ്രോസസ്സ് ഡി എയിലെ വർക്ക് ഡണ്ണോ ക്യൂ ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഡെൽറ്റ ഇയോ ഒന്നുമേ എനിക്ക് തന്നിട്ടില്ല ഫോർ ദ ലാസ്റ്റ് പ്രോസസ് ദാറ്റ് ഈസ് ഡി എ. സോ ഇവിടെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ എല്ലാ വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ ഒരു റോയും കൂടെ എനിക്ക് കിട്ടിയാൽ മതി. സോ നമുക്ക് ആകെ തന്നിട്ടുള്ള ഒരു വലിയൊരു ഇൻഫർമേഷനാണ് ഡെൽറ്റ ക്യൂ. ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ ഫോർ 1 സൈക്കിൾ ഈസ് ഗിവൺ ആസ് എത്രയാ? 200 കിലോ ജൂൾസ്. Okay, it is given as 200 kilojoules. Sorry, it is not 200 kilojoules, it is minus 200 kilojoules. That is for 1 cycle. അല്ലേ? So if it is for complete process, ABCD എന്ന് പറയുന്ന complete processന്, so total Q will be how much? So total Q value will be minus 400 kilojoules. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് തെറ്റിക്കഴിയുമ്പോഴേക്ക് ഇത് നിങ്ങൾ -200 എടുത്തിട്ടാണ് നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂസ് ഒക്കെ തെറ്റായിരിക്കും. സോ എന്തുകൊണ്ട് -400 ആയി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ബിക്കോസ് ദ ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഗിവൺ. സോ ആ ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ക്യൂ ട്രാൻസ്ഫർ സേ അറ്റ് എ ബി, ക്യൂ ട്രാൻസ്ഫർ അറ്റ് ബി സി, ക്യൂ ട്രാൻസ്ഫർ അറ്റ് സി ഡി ആൻഡ് ക്യൂ ട്രാൻസ്ഫർ അറ്റ് ഡി എ. അപ്പോൾ എനിക്ക് ക്യൂ ട്രാൻസ്ഫർ അറ്റ് ഡി എ കിട്ടണം എങ്കിൽ എന്താ ഇക്വേഷൻ? ക്യൂ ട്രാൻസ്ഫർ അറ്റ് ഡി എ ഈസ് ഈക്വൽ ടു സിഗ്മ ഓഫ് ക്യൂ വിച്ച് ഈസ് ദിസ് വാല്യൂ അല്ലേ, മൈനസ് ഓഫ് ഈ ഫുൾ ടേമിനെ ഞാൻ എന്ത് ചെയ്യുക? ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. മൈനസ് ഓഫ് ക്യൂ എ ബി പ്ലസ് ക്യൂ ബി സി പ്ലസ് ക്യൂ സി ഡി. ഓക്കെ, സോ ഈ വാല്യൂസ് ഒക്കെ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. സോ വാട്ട് ഈസ് ഡെൽറ്റ ക്യൂ? സിഗ്മ ക്യൂ എത്രയാ? വിച്ച് വി ഹാവ് ഓൾറെഡി ഗോട്ട്, വിച്ച് ഈസ് -400 kilojoules മൈനസ് ഓഫ് ക്യൂ ഓഫ് എ ബി. നമ്മൾ ഓരോന്ന് കണ്ടതാണ്. ക്യൂ ഓഫ് എ ബി ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് 0 പ്ലസ് ക്യൂ ഓഫ് ബി സി ഇറ്റ് ഈസ് ഗോട്ട് ആസ് 350. ഗോട്ട് ആസ് 350 ഇൻ ദ സെൻസ് ക്വസ്റ്റ്യനിൽ 350 തന്നിട്ടുണ്ട്. ആൻഡ് ഇൻ ക്വസ്റ്റ്യൻ ക്യൂ സി ഡി നമുക്ക് തന്നിട്ടുണ്ട്. ക്യൂ സി ഡി ക്വസ്റ്റ്യനിൽ തന്നിട്ട് എത്രയാ? -35. അപ്പോൾ ഇത് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 350 - 35 വാല്യൂ. സോ -400 minus of that value, the total heat transfer that you will get, that will be is equal to the value will be -715 kilowatt. Clear? The total value ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വാല്യൂ കിട്ടുക -715 കിലോവാട്ട്. അപ്പോൾ ക്യൂ ഡി എയുടെ വാല്യൂ കിട്ടി. ദാറ്റ് ഈസ് ക്യൂ ഡി എ ഈസ് -715 kilowatt. Hope this is clear for you. Okay, now അപ്പോൾ ലാസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിൻ്റെ ആൻസർ എനിക്ക് കിട്ടി. ഇനി എനിക്ക് വേണ്ടത് വർക്ക് ഡൺ ആണ് അല്ലേ? അല്ലെങ്കിൽ എനിക്ക് ഇനി വർക്ക് ഡൺ ആണോ കാണാൻ പറ്റുക, മറ്റേ വർക്ക് ഡൺ ആണോ അതല്ല എനർജി ട്രാൻസ്ഫർ ഡെൽറ്റ ഇ ആണോ കാണാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഒരു സൈക്ലിക് പ്രോസസ്സിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് പാത്ത്, സൈക്ലിക് ഇൻ്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് പാത്ത് ഡി ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇ എന്ന് പറഞ്ഞാൽ എനർജി. കാരണം എന്താ? എനർജി ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം. അതായത് ഇപ്പോൾ പ്രോപ്പർട്ടി 1ൽ ഇതുണ്ടായിരുന്നു, ദെൻ ഐ റീച്ച് point 2, ദെൻ ഇറ്റ് റീച്ച് ബാക്ക് ടു 1 എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എനർജിയുടെ ഒരു വാല്യൂ ഉണ്ടാവും E1, അത് തിരിച്ചിങ്ങോട്ട് എത്തുമ്പോൾ E2, തിരിച്ചിങ്ങോട്ട് എത്തുമ്പോൾ വീണ്ടും E1. കാരണം എന്താ? എനർജി ഒരു പ്രോപ്പർട്ടിയാണ്. സോ ഫൈനൽ മൈനസ് ഇനീഷ്യൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ 0. സോ സൈക്ലിക് ഇൻ്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് പാത്ത് DE, വെർ DE ഈസ് ദി എനർജി വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 0. അത് നമുക്കറിയാലോ. ദാറ്റ് മീൻസ് ടോട്ടൽ എനർജി ഓവർ ദ സൈക്കിൾ വാല്യൂ ഈസ് 0. ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓവർ ദാറ്റ് സൈക്കിൾ ദ വാല്യൂ ഐ ഹാവ് ഗോട്ട് ഈസ് 0. അതായത് ഡെൽറ്റ ഇ ഓഫ് എ ബി പ്ലസ് ഡെൽറ്റ ഇ ഓഫ് ബി സി പ്ലസ് ഡെൽറ്റ ഇ ഓഫ് സി ഡി ആൻഡ് ഡെൽറ്റ ഇ ഓഫ് ഡി എ ഈസ് ഈക്വൽ ടു 0. സം ഓഫ് ഓൾ ദി സൈക്കിൾ. കാരണം അത് സൈക്ലിക് പ്രോസസ്സിൽ എവിടെയാണോ തുടങ്ങിയത് അവിടേക്ക് തന്നെ തിരിച്ചെത്തുന്നുണ്ട്. ദാറ്റ്സ് വൈ
അത് കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഡിഫറൻസ് എടുത്ത് കഴിയുമ്പോൾ ഡെൽറ്റ ഓവർ എ സൈക്ലിക് പാത്ത് ദാറ്റ് വിൽ ബി 0. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ വാല്യൂ കിട്ടുന്നത് എന്താണ് എനിക്ക് 0 ആണ്. അപ്പോൾ എനിക്ക് കാണേണ്ടത് ഏതാ ഡി എ പ്രോസസ്സിലെ ഇതാണ് വേണ്ടത്. സോ ഹൗ ഐ ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട്? ദെർഫോർ ഡെൽറ്റ ഇ ഓഫ് ഡി എ ഈസ് ഈക്വൽ ടു ഈ ഫുൾ ടേമിനെ ഞാൻ എന്ത് ചെയ്യുക റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. ദാറ്റ് മീൻസ് മൈനസ് ഓഫ് ബ്രാക്കറ്റിലിടുക ഡെൽറ്റ ഓഫ് ഇ എ ബി പ്ലസ് ഡെൽറ്റ ഓഫ് ഇ ബി സി പ്ലസ് ഡെൽറ്റ ഓഫ് ഇ സി ഡി. ഇങ്ങനെയാണ് വാല്യൂ കിട്ടുക. ഇനി ഡെൽറ്റ ഇയുടെ ബാക്കി എല്ലാത്തിൻ്റെയും വാല്യൂസ് നമുക്കറിയില്ലേ? എത്രയാണ് തന്നിട്ടുള്ളത്? ഡെൽറ്റ ഇ ഓഫ് എ ബി ദ വാല്യൂ is given as -36 plus delta E of BC is given as 350 which we have got, and delta E of CD is given as -610. അപ്പോൾ ഇതിനെ നമ്മൾ വാല്യൂ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡെൽറ്റ ഇ ഓഫ് ഡി എ വി ഹാവ് ഗോട്ട് ഓർ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 296 കിലോവാട്ട്. 200 ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ -36 പ്ലസ് 350 -610 എന്ന് പറഞ്ഞ വാല്യൂ ഇറ്റ് വിൽ ബി മൈനസ് ഓഫ് 296 മൈനസ് ഇൻറ്റു മൈനസ് യു വിൽ ഗെറ്റ് പ്ലസ്. സോ ഇറ്റ് ഈസ് 296 കിലോവാട്ട്. സോ നമ്മുടെ ലാസ്റ്റിലെ വാല്യൂ ആയിട്ടുള്ള ഡെൽറ്റ ഇ എഫ് ഡി എ ആ വാല്യൂയും എനിക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി എനിക്ക് എന്തും കൂടെ കാണാനേ ഉള്ളൂ. ഡി എ എന്ന് പറയുന്ന പാത്ത് പ്രോസസ് പാത്തിൻ്റെ വർക്ക് ഡണ്ണും കൂടെ എനിക്ക് കാണാനുള്ളൂ. സോ വർക്ക് ഡൺ ആസ് പെർ ദ ഇക്വേഷൻ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇ പ്ലസ് ഡബ്ല്യു. അപ്പോൾ വർക്ക് ഡൺ ഡ്യൂറിങ് ദ പ്രോസസ് ഡി എ ഇറ്റ്സ് സിമിലർ അല്ലേ? ക്യൂ ഓഫ് ഡി എ മൈനസ് ഡെൽറ്റ ഇ ഓഫ് ഡി എ. വാട്ട് ഈസ് ക്യൂ ഓഫ് ഡി എ? ക്യൂ ഓഫ് ഡി എ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദ വാല്യൂ ഈസ് -715 മൈനസ് ഓഫ് ഡെൽറ്റ ഇ ഓഫ് ഡി എ ഇപ്പോൾ നമ്മൾ കണ്ടത് ദാറ്റ് ഈസ് 296. സോ മൈനസ് ഓഫ് 715 മൈനസ് 296. സോ ടോട്ടൽ വാല്യൂ വിൽ ഗെറ്റ് ഈസ് -1111 ദിസ് മച്ച് കിലോവാട്ട്. ക്ലിയർ? സോ വർക്ക് ഡൺ അറ്റ് ഡി എ എന്ന ടേമും കൂടെ എന്ത് ചെയ്തു എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ്സ് ദി ആൻസർ. സോ നമ്മൾ എല്ലാ ഓരോ മിസ്സിംഗ് ആയിട്ടുള്ള പ്രോസസ് എ ബി കംപ്ലീറ്റ് ആയി, പ്രോസസ് ബി സി കംപ്ലീറ്റ് ആയി, സി ഡി കംപ്ലീറ്റ് ആയി, ഡി എ കംപ്ലീറ്റ് ആയി. ക്ലിയർ? ഇതിൽ ഏറ്റവും ലാസ്റ്റിലുള്ള കേസ് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ 3 തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടു, പിന്നെ വർക്ക് ട്രാൻസ്ഫർ കാണാൻ കഴിയില്ല. കാരണം എന്താ? ഈ വാല്യൂ മാത്രമേ അറിയുള്ളൂ, ഇതും അറിയില്ലായിരുന്നു. സോ ഇത് കാണാനാണ് നമ്മൾ ശ്രമിച്ചത് ഡെൽറ്റ ഇ. കാരണം എന്താ? ഓവർ എ സൈക്ലിക് ഇൻ്റഗ്രൽ ഇത് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഐ മീൻ നമ്മൾ ഫുൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് വിൽ ബി 0 എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് വി ഹാവ് ഫൗണ്ട് ദിസ് വാല്യൂ ആൻഡ് ഫൈനലി വി ഹാവ് ഗോട്ട് ദി വർക്ക് ഡൺ. സോ ദാറ്റ്സ് ഓൾ വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ചോദ്യത്തിൽ അത് കൃത്യമായിട്ട് ചോദിച്ചിട്ടില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൈനലി നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് സേ ഡെൽറ്റ ക്യൂയുടെ വാല്യൂ ഈസ് വി ഹാവ് ഗോട്ട് ഇറ്റ് എസ് ടോട്ടൽ ഇറ്റ് എസ് -400 ദാറ്റ് ഈസ് ഫോർ 2 സൈക്കിൾസ് അല്ലേ? അതേപോലെ ടോട്ടൽ വർക്ക് ട്രാൻസ്ഫർ എത്രയെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ എല്ലാ വർക്ക് ഗിവൺ ആ ടേബിളത്തെ എല്ലാ വർക്കും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ ആൻസർ. സോ ദാറ്റ് ഓൾസോ വിൽ ബി -400. വൈ? ബിക്കോസ് ആ ടേബിളത്തെ എല്ലാ എനർജിയും കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ സിഗ്മ ഓഫ് ഡെൽറ്റ ഇ ആ എനർജി ചേഞ്ച് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി 0 ബിക്കോസ് ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി അല്ലേ? സോ അത് ഫുൾ ആഡ് ചെയ്താൽ 0 ആയിരിക്കും. സോ ക്യൂ ഇസ് ഈക്വൽ ടു ഇ പ്ലസ് ഡബ്ല്യു ആണ്. സോ ഇത് -400, ഇത് 0 ആകുമ്പോൾ ഒബ്വിയസ്ലി വർക്ക് ഓൾസോ വിൽ ബി 400. അത് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാനും എന്ത് ചെയ്യും പറ്റും. സോ ദാറ്റ്സ് ഓൾ വിത്ത് ദി ഫസ്റ്റ് പ്രോബ്ലം. സോ ടേക്ക് ഡൗൺ ദീസ് സ്റ്റെപ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻ നോട്ട്. ഓരോ പ്രാവശ്യവും എന്ത് ചെയ്യുക, നിങ്ങൾ ഫസ്റ്റ് ലോ ഇക്വേഷൻ പ്രത്യേകം തന്നെ എഴുതി കാണിക്കുക. കാരണം ഈ സ്റ്റെപ്പുകൾക്കും മാർക്കുണ്ട്. നിങ്ങൾക്ക് ഫൈനൽ ആൻസർ തെറ്റിയാലും നിങ്ങൾ സ്റ്റെപ്പുകൾ എഴുതുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് മാർക്കുണ്ട്. ആൻഡ് ബി വെരി കെയർഫുൾ റിഗാർഡിംഗ് ദ സൈൻസ് ഓഫ് ദി വാല്യൂസ് ആൻഡ് ഓൾസോ യൂണിറ്റ്സ് യൂസ്ഡ്. യൂണിറ്റും പ്രത്യേകം ശ്രദ്ധിക്കണം.
So here is our second question. When a system is taken from state A to state B along path ACB, 84 kilojoules of heat flow into the system and the system does 32 kilojoule of work. First question, how much will the heat that flows into the system along the path ADB be if the work done is 10.5 kilojoules? Second question, when the system is returned from B to A along the curved path, the work done on the system is 21 kilojoules. Does system absorb or liberate heat? And how much of heat is absorbed or liberated? And the third question, if U of A, U represents internal energy, if U of A is equal to 0 and U of D is equal to 42 kilojoules, find the heat absorbed in the processes AD and DB. അപ്പോൾ നേരത്തെ ഇൻസ്ട്രക്ഷൻ പോലെ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ആദ്യം നോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക, നോട്ടിലേക്ക് മാറ്റുക, എന്നിട്ട് നമുക്ക് തന്ന ഗിവൺ വാല്യൂസ് എല്ലാം ആദ്യമേ എഴുതി വെച്ചിട്ട് then we will go to solve the problem. സോ നമുക്ക് ക്വസ്റ്റ്യൻ തന്നു, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടാവും, അത് നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു ലെങ്തിയർ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്ന വാല്യൂസ് ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ്റെ കംപ്രൈസ് ആയിട്ട് ഈ ഫിഗറിൽ കാണിക്കുന്നുണ്ട്. ഈ ഫിഗറും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഒപ്പം തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതേ പോലെ ഒരു ഫിഗർ നിങ്ങൾക്ക് അസ്യൂം ചെയ്ത് എടുക്കാൻ കഴിയണം. കാരണം അത് ഇങ്ങനെ കറക്റ്റ് പാത്ത് തന്നെ ആവണമെന്നില്ല, ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. കാരണം അവിടെ പാത്തുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്താ നമുക്ക് തന്നിട്ടുള്ള ഒരു സിസ്റ്റം എടുത്തിട്ട് അതിൽ ഫ്രം സ്റ്റേറ്റ് എ ടു സ്റ്റേറ്റ് ബി പോകുന്നുണ്ട്. ഏതൊക്കെ പാത്ത് കൂടെ പോവാം? ACB എന്ന് പറയുന്ന പാത്ത് കൂടെ പോവാം, ADB എന്ന് പറയുന്ന പാത്ത് കൂടെയും പോവാം. അപ്പോൾ ഇതിൽ തന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ACB എന്ന് പറയുന്ന പാത്ത് കൂടെയാണ് ഫ്രം സ്റ്റേറ്റ് എ ടു ബി ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഹീറ്റ് ഇൻപുട്ട് ഇൻഫ്ലോ എന്ന് പറഞ്ഞത് ഹീറ്റ് ഇൻഫ്ലോ Q when it is passing through ACB, okay, heat inflow എന്ന് പറയുന്നത് it is 84 kilojoules. 84 kilojoules. ഈ 84 എന്ന് പറഞ്ഞാൽ പ്ലസ് ആണോ മൈനസ് ആണോ? 84 heat is given to the system. Heat given to the system is always positive, so plus. അങ്ങനെ 84 kilojoule ഹീറ്റ് കൊടുക്കുന്ന നേരത്ത് സിസ്റ്റം തരുന്ന വർക്ക്, the work done by the system is 32 kilojoules. So work done through the path ACB is 32 kilojoules. Plus ആണോ മൈനസ് ആണോ? ഇറ്റ് ഈസ് അഗെയിൻ പ്ലസ്. വൈ? വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം. വർക്ക് ഈസ് നോട്ട് ഡൺ ഓൺ ദ സിസ്റ്റം. ആ സിസ്റ്റത്തിൻ്റെ ഓണിലായിരുന്നെങ്കിൽ ദിസ് വാല്യൂ ഷുഡ് ബി മൈനസ്. പക്ഷേ ഇവിടെ എന്താ? വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സൈൻ കൺവെൻഷൻ കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പ്രോബ്ലത്തിൻ്റെ ഒന്നിൻ്റെയും ആൻസർ നിങ്ങൾക്ക് കിട്ടില്ല. വെരി സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളുടെ സ്റ്റെപ്പ് തെറ്റിക്കഴിഞ്ഞാൽ 0 മാർക്കായിരിക്കും. സോ പ്ലീസ് ബി കെയർഫുൾ റിഗാർഡിങ് ദ സൈൻസ് ആൻഡ് ദ ഗിവൺ വാല്യൂസ്. അപ്പോൾ എനിക്ക് ഇത്ര തന്നു, ഇത്ര വാല്യൂസ് ആണ് ഗിവൺ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താ അവർ ചോദിക്കുന്നത്? പിന്നെ 3 സ്റ്റെപ്പായിട്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഹൗ മച്ച് വിൽ ദ ഹീറ്റ് ദാറ്റ് ഫ്ലോസ് ഇൻ ടു ദ സിസ്റ്റം അലോങ് ദ പാത്ത് ADB, അഥവാ പാത്ത് എങ്ങാനും ADBയിലൂടെയാണ് പോയിരുന്നതെങ്കിൽ, അതായത് ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് ACB കൂടെ പോകുന്നതിന് പകരം ADB എന്ന് പറയുന്ന ഈ പാത്ത് കൂടെയാണ് പോയിരുന്നതെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ എത്രയായിരിക്കും? ഇതിൽ കൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ എത്രയായിരിക്കും? ഇഫ് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇഫ് എന്താണ് കണ്ടീഷൻ? ഇഫ് ദ വർക്ക് ഡൺ ത്രൂ ദി പാത്ത് ADB ഈസ് വാട്ട്? വർക്ക് ഡൺ വാല്യൂ ഈസ് 10.5 kilojoules. അപ്പോൾ ADB പറയുന്ന പ്രോസസ് കൂടെ പോകുന്ന നേരത്ത് വർക്ക് ഡൺ 10 kilojoules ആണെങ്കിൽ ഹീറ്റ് എത്ര കൊടുക്കണം, അല്ലെങ്കിൽ ഹീറ്റ് എത്രയാണ് ലിബറേറ്റ് ചെയ്യാനോ കൊടുക്കുകയാണോ എന്താണെങ്കിലും ആ ഹീറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും ത്രൂ ദി ADB എന്നതാണ് ചോദ്യം, ഫസ്റ്റത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് ഇക്വേഷൻസ് കാര്യങ്ങൾ കൺസെപ്റ്റ് മനസ്സിലായ ഒരാൾക്ക് ഇത് ഭയങ്കര എളുപ്പമാണ്. എങ്ങനെയാണ് ഇത് തമ്മിലുള്ള ലിങ്കിങ്? എന്താ? ഒന്ന് ACB പാത്തും പിന്നെ ഒന്ന് ADB പാത്തും
അല്ലേ? ഇത് തമ്മിലുള്ള ലിങ്കിങ് എന്താണ്? എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബിയിലാണ് എൻഡ് ചെയ്യുന്നത്. എ സി ബി കൂടെ പോയാലും എ ഡി ബി കൂടെ പോയാലും. അപ്പോൾ എയും ബിയിലും എത്തുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന രണ്ട് സാധനം എന്താ? അല്ലെങ്കിൽ എയിലും കോമൺ ആണ്, എ ഡി ബി കൂടെ പാത്ത് കൂടെ പോയാൽ എയിൽ ഉള്ള വാല്യൂ തന്നെ ആയിരിക്കും എ സി ബിയിലൂടെ പോകുന്ന പാത്തും. അതേപോലെ ബിയുടെ വാല്യൂം രണ്ട് പാത്ത് കൂടെ പോകുമ്പോൾ സെയിം ആവുന്ന പോയിന്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്താണ് പോയിന്റ് ഫംഗ്ഷൻ എന്താ? ഇറ്റ് ഈസ് ദി ഇന്റേണൽ എനർജി ചേഞ്ച്, അല്ലേ? ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജി ഈസ് എ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു. അതായത് ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റിനെ ബന്ധപ്പെടുന്നു. അതായത് ഇവിടുത്തെ ഡെൽറ്റ ഇ വാല്യൂ എന്താണോ കിട്ടുന്നത്, ഡെൽറ്റ ഇ അറ്റ് എ സി ബി, ഇതിൽ കൂടെ പോകുമ്പോൾ കിട്ടുന്ന ഡെൽറ്റ ഇ അറ്റ് എ സി ബി, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ ഇ അറ്റ് എ ഡി ബി. ഇതാണ് നമ്മുടെ റിലേഷൻ നമുക്ക് വേണ്ടത്. ഇതിൽ കൂടെ പോയാൽ കിട്ടുന്ന ഇന്റേണൽ എനർജി ചേഞ്ച് തന്നെയാണ് ഇതിൽ കൂടെ പോയാലും കിട്ടുന്നത്. കാരണം എന്താ? എനർജി ഈസ് എ പോയിന്റ് ഫംഗ്ഷൻ, ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി. അത് പാത്തിനെ ഡിപ്പെൻഡഡ് അല്ല, ഇനീഷ്യൽ ഫൈനൽ സ്റ്റേറ്റിനെയാണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് വെച്ചിട്ട് എനിക്ക് ഡെൽറ്റ ഇ എ സി ബി കണ്ടൂടെ? ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ പ്ലസ് ഡബ്ല്യു. അതിൽ ഡെൽറ്റ ഇ കാണാൻ ക്യൂ മൈനസ് ഡബ്ല്യു വിൽ ഗീവ് മീ ഡെൽറ്റ ഇ വാല്യൂ. ആ വാല്യൂ തന്നെ ഇവിടെയും എനിക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ യൂട്ടിലൈസ് ചെയ്യാം. സോ വി വിൽ സി ഹൗ ഇറ്റ് ഈസ് ബീങ് ഡൺ. സോ ഈ കാര്യം ഞാനിവിടെ വായിക്കുന്നു, സോ ദാറ്റ് വി ക്യാൻ ഡു. നൗ ആസ് പെർ ദി ഇക്വേഷൻ, ഫസ്റ്റ് ലോ ഓഫ് ഇക്വേഷൻ, വി ഹാവ് ക്യൂ അറ്റ് എ സി ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ അറ്റ് എ സി ബി പ്ലസ് ഡബ്ല്യു അറ്റ് എ സി ബി. അതിൽ ഡെൽറ്റ ഇ വാല്യൂ ആണ് കാണേണ്ടത്. സോ ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു. ഇവിടെ എ സി ബി എഴുതണം. ക്യൂയുടെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് 84 മൈനസ് ഡബ്ല്യു ഈസ് 32. സോ യു ഗെറ്റ് 5, 6 and 52 കിലോ ജൂൾസ്. ശരിയല്ലേ? 52 കിലോ ജൂൾസ്, ദാറ്റ് ഈസ് ദ ഇന്റേണൽ എനർജി ചേഞ്ച്. ഓർ ഡെൽറ്റ ഇ എന്നോ അല്ലെങ്കിൽ ഇതിനെ ഡെൽറ്റ യു എന്നും പറയാം. ബിക്കോസ് ഇവിടെ എന്താ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് അങ്ങനെയും പറയാം. സോ 52 കിലോ ജൂൾസ്. സോ ഫ്രം ഡെൽറ്റ എ സി ബി എന്ന് പറയുന്ന വാല്യൂ എനിക്ക് എന്ത് കിട്ടി? എ സി ബി വാല്യൂ ഈസ് 52 കിലോ ജൂൾ. അത് തന്നെയല്ലേ ഡെൽറ്റ എ ഡി ബി, അല്ലേ? ദിസ് വാല്യൂ ഈസ് 52. ഓക്കെ, ഐ എം റൈറ്റിംഗ് ഔട്ട് ഹിയർ. അപ്പോൾ അത് തന്നെയല്ലേ ഡെൽറ്റ ഇ എ ഡി ബി എന്ന് പറയുന്നതും. സോ അഗെയിൻ ഐ ക്യാൻ ഫൈൻഡ് ക്യൂ ഓഫ് എ ഡി ബി ഈസ് ടു ബി ഫൗണ്ട്. ഇതാണ് ക്വസ്റ്റ്യനിൽ കാണാൻ ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ അറ്റ് എ ഡി ബി പ്ലസ് ഡബ്ല്യു അറ്റ് എ ഡി ബി. ഡെൽറ്റ ഇ അറ്റ് എ ഡി ബി വി ഹാവ് ഗോട്ട് ഇറ്റ് ആസ് 52 കിലോ ജൂൾസ് പ്ലസ് ഡബ്ല്യു അറ്റ് എ ഡി ബി തന്നത് 10 അല്ലേ? ഈ 10 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇഫ് ദ വർക്ക് ഈസ് ഡൺ, വർക്ക് ഡൺ ആണ് 10.5. സോ ദാറ്റ് ഈസ് പോസിറ്റീവ്. സോ 52 പ്ലസ് 10.5 ഈസ് 62.5 ദിസ് മച്ച് കിലോ ജൂൾസ്. ദിസ് ഈസ് പോസിറ്റീവ് അല്ലേ? അപ്പോൾ ഇവിടെ വർക്ക് ഡൺ 10 കിട്ടണമെങ്കിൽ എത്ര ഹീറ്റ് കിട്ടണം എന്നാണ്? 62.5. ദിസ് ഈസ് പോസിറ്റീവ് ഇൻ ദ സെൻസ് heat is given to the system and the value is 62.5 kilojoules. Hope you have understood this concept. എങ്ങനെയാണ് ഈ വാല്യൂ കിട്ടിയത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇത് നമ്മുടെ ഫസ്റ്റ് 3 ചോദ്യങ്ങളിലെ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, ക്യൂ ഓഫ് എ ഡി ബി. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, ഓർ എൽസ് യു ക്യാൻ കോൺടാക്ട് മീ പേഴ്സണലി ത്രൂ വാട്സാപ്പ് ഓർ കോൾ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഇത് ഡൗട്ടായിട്ട് അവിടെ വെക്കരുത്. ദീസ് ആർ സം ബേസിക് പ്രോബ്ലംസ്. അപ്പോൾ ഫസ്റ്റത്തെ കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യം അവർ പറഞ്ഞിട്ടുള്ളത്, ഈ സിസ്റ്റത്തിൽ ഇതാണ് എൻ്റെ സിസ്റ്റം എങ്കിൽ, ഇതാണ് എൻ്റെ ഡയഗ്രം എങ്കിൽ, വെൻ ദ സിസ്റ്റം ഈസ് റിട്ടേൺഡ് ഫ്രം ബി ടു എ along a curved path. ബിയിൽ നിന്ന് ഇതുവരെ ഇപ്പോൾ നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് പോവായിരുന്നു. ഇനി അവർ പറയാണ് ബിയിൽ നിന്ന് എയിലേക്ക് ഒരു കേർവ്ഡ് ആയിട്ട് പാത്ത്, അതായത് റിവേഴ്സ് ആയിട്ടാണ് വരുന്നതെങ്കിൽ, അങ്ങനെയാണ് കണ്ടീഷൻ വരുന്നതെങ്കിൽ, then they are asking work done on the system during curved path ആട്ടോ, WBA. If when the system is written from B to A along the curved path, the work done on the system means plus 21 kilojoule. Question തന്നതാണ്. അങ്ങനെയെങ്കിൽ their question is, does the system
അബ്സോർബ് ഓർ ലിബറേറ്റ് ഹീറ്റ്. സിസ്റ്റം ഇങ്ങനെ ബിയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോൾ ഹീറ്റ് വലിച്ചെടുക്കുകയാണോ ചെയ്യുന്നത്, അതല്ല ഹീറ്റ് പുറത്തേക്ക് വിടുകയാണോ ചെയ്യുന്നത്? അതെങ്ങനെ നമുക്കറിയാം? ക്യൂ വാല്യൂടെ ക്യൂ ഓഫ് ബി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്ലസ് ആണോ മൈനസ് ആണോ അനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുക. പ്ലസ് ആണെങ്കിൽ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്. കാരണം എന്താ? അപ്പോൾ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് ഹീറ്റ് കൊടുക്കുന്നത് പ്ലസ് ആണ് അല്ലേ? ഇപ്പോൾ പ്ലസ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് ഹീറ്റ് കൊടുക്കുന്നു. അതായത് ഈ സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു എന്നാണ്. ഇഫ് ദ വാല്യൂ ഇസ് നെഗറ്റീവ് ആണെങ്കിൽ ഹീറ്റ് ഈസ് റിലീസ്ഡ്. അപ്പോൾ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഹീറ്റ് ഈസ് ലിബറേറ്റഡ് എന്ന് പറയും. അപ്പോൾ ഇവർ ചോദിക്കുന്നത് ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണോ അതല്ല ഹീറ്റ് ലിബറേറ്റ് ചെയ്യുകയാണോ എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് ക്യൂ ബി എയുടെ വാല്യൂ കിട്ടണം. അപ്പോൾ അതോടൊപ്പം പോലെ ചോദിച്ചത് എത്ര എമൗണ്ട് ഓഫ് ഹീറ്റാണ് അബ്സോർബ് ചെയ്തിരിക്കണ് ലിബറേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചെയ്യുക? നമുക്കറിയാം ക്യൂ ഓഫ് ബി എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡെൽറ്റ ഇ ഓഫ് ബി എ പ്ലസ് ഡബ്ല്യു ഓഫ് ബി എ എന്നാണ് അല്ലേ? ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ ഇ പ്ലസ് ഡബ്ല്യു. ക്യൂ ഓഫ് ബി എ ആണ് കാണേണ്ടത്. ഡബ്ല്യു ഓഫ് ബി എ എന്ന് പറഞ്ഞത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 21 കിലോ ജൂൾസ് ആണെന്ന് തന്നിട്ടുണ്ട്. 21. ഇനി ഡെൽറ്റ ഇ ഓഫ് ബി എ ദാറ്റ് ഈസ് ഇന്റേണൽ എനർജി ചേഞ്ച്. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ കണ്ടു എ സി ബി കൂടെ പോയാലും എ ഡി ബി കൂടെ പോയാലും വാട്ട് വാസ്, ഞാൻ ഇവിടെ താഴെ എഴുതാം, വാട്ട് വാസ് ദ ഇന്റേണൽ എനർജി ചേഞ്ച് ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ ദ വാല്യൂ യു ഗോട്ട് വാസ് 52 കിലോ ജൂൾ അല്ലേ? അപ്പോൾ ഞാൻ എ സി ബി കൂടെ പോയാലും എ ഡി ബി കൂടെ പോയാലും വാട്ട് ഈസ് ദ ഡെൽറ്റ ഇ? ദാറ്റ് ഈസ് 52 കിലോ ജൂൾ. അപ്പോൾ ഈ പാത്ത് കൂടെ പോയാലും എനിക്ക് എന്തേ കിട്ടാൻ പാടുള്ളൂ? 52 കിലോ ജൂൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 52 കിലോ ജൂൾ എന്ന് എഴുതുന്നു അല്ലേ? എന്നിട്ട് 52 + 21 ദാറ്റ് ഈസ് 5, 6, 7, 73 അല്ലേ? ഇങ്ങനെയാണ് ഒരാൾ ചെയ്തതെങ്കിൽ ദ ആൻസർ ഈസ് റോങ്. എന്തുകൊണ്ടാണ് തെറ്റെന്ന് പറയാൻ കാരണം ഇവിടെ 52 അല്ല വരിക. പിന്നെ എന്തായിരിക്കും വരിക? ജസ്റ്റ് തിങ്ക് യുവർ സെൽഫ്. അവിടെ 52 അല്ലെങ്കിൽ, കാരണം എ ടു ബി ആണ്, എയും ബിൻ്റെ ഇടയിലുള്ള ഡെൽറ്റ ഇ നമ്മൾ കണ്ടു 52 കിലോ ജൂൾ ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പാത്തിലെ പ്രോബ്ലം കൂടെ ചെയ്തത്. ഇപ്പം എന്തുകൊണ്ട് നമ്മളത് 52 അല്ല എന്ന് പറയുന്നു? ബിക്കോസ് ഇപ്പം ഡെൽറ്റ ഇ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ദിസ് വാസ് ഇ ബി ഫൈനൽ, അതായത് എ ടു ബി എ സി ബി കൂടെ പോയാലും എ ബി ഡി ബി കൂടെ പോയാലും ഇ ബി മൈനസ് ഇ എ വാല്യൂ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് 52 കിലോ ജൂൾ ആയിട്ട് എനിക്ക് കിട്ടിയത്. പക്ഷെ ഇവിടെ ഈ ചോദ്യത്തിൽ നമ്മുടെ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ സെക്കൻഡ് പ്രോബ്ലം രണ്ടാമത്തെ പ്രോബ്ലത്തിൽ ഡയറക്ഷൻ ഈസ് നോട്ട് ഫ്രം എ ടു ബി, ദ ഡയറക്ഷൻ ഈസ് ഗിവൺ ഫ്രം ബി ടു എ ആണ്. അപ്പോൾ ബി ടു എ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഡെൽറ്റ ഇ? ബി ടു എ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫൈനൽ എനർജി എന്ന് പറഞ്ഞാൽ ഇ എ മൈനസ് ഇ ബി ആണ് വേണ്ടത്. ഇവിടെ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഫൈനൽ ഇ ബി മൈനസ് ഇ ആയിരുന്നു, അതാണ് 52. അപ്പോൾ ഇ എ മൈനസ് ഇ ബി എന്തായിരിക്കും? ദ വാല്യൂ വിൽ ബി -52. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ തെറ്റും. ദ ഡിഫറൻസ്, ഈ വാല്യൂവിൻ്റെ ഡിഫറൻസ് എന്താണ്? 52 നമുക്ക് കിട്ടി. എങ്ങനെ? എയിൽ നിന്ന് ബിയിലേക്കുള്ള പാത്ത് പോകുമ്പോൾ. പക്ഷെ ഇവിടെ ബിയിൽ നിന്ന് എയിലേക്കാണ്, ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ്. അപ്പോൾ കിട്ടിയ വാല്യൂവിൻ്റെ ഓപ്പോസിറ്റായ മൈനസ് എടുക്കണം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ എ സി ബി ആണെങ്കിൽ ഇറ്റ് ഈസ് ഇ ബി മൈനസ് ഇ എ, അല്ലെങ്കിൽ എ ഡി ബി ആണെങ്കിൽ ഇ ബി മൈനസ് ഇ എ. ആ വാല്യൂ ആണ് എനിക്ക് 52 കിട്ടി. പക്ഷേ ഇഫ് ഐ എം മൂവിങ് ഫ്രം ബി ടു എ, ദ ഡെൽറ്റ ഈസ് ഇ എ മൈനസ് ഇ ബി, അതായത് ഇത് നേരെ തിരിച്ചിട്ടാൽ. സോ ദാറ്റ് ഈസ് മൈനസ് ഓഫ് 52. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. സോ -52 + 21, അപ്പോൾ 73 എന്നൊന്നും അല്ല കിട്ടുക. -52 + 21 എന്ന് പറയുമ്പോൾ വാല്യൂ എത്രയും കിട്ടുക? -52 + 21. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആൻസർ ശരിയാവോ? അതും തെറ്റായിരിക്കും. എന്തുകൊണ്ടാണ്? ഇവിടെ വർക്കിൻ്റെ വാല്യൂ പ്ലസ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ? വർക്ക് ഡൺ ഫ്രം ബി ടു എ ഈസ് +21 കിലോ ജൂൾ. പക്ഷെ ക്വസ്റ്റ്യനിൽ തരുന്നത് എന്താ? വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. ഇങ്ങനെ ബിയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോൾ സിസ്റ്റത്തിൻ്റെ മുകളിലേക്ക് വർക്ക് ചെയ്യുന്നത്, വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം വിച്ച് ഈസ് നെഗറ്റീവ്. അപ്പോൾ തന്ന വാല്യൂ 21 ആണെങ്കിൽ
you should take it minus 21 because work is done on the system. അപ്പോൾ പ്ലസ് മൈനസ് ഓഫ് 21 എന്നാണ് ഞാൻ എടുക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ ഒരാൾക്ക് വാല്യൂ ഇവിടെ തെറ്റിയാൽ തെറ്റായ ആൻസർ കിട്ടും, ഒരാൾക്ക് വാല്യൂ ഇവിടെ തെറ്റിയാൽ അവിടെയും തെറ്റായ ആൻസർ ടോട്ടൽ കിട്ടും. അപ്പോൾ രണ്ടിടത്തും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരണം. സോ വാട്ട് വിൽ ബി minus 52 and minus 21? You will get it as minus 73 that much kilojoule. ക്ലിയർ ആണോ? ഇവിടെ തെറ്റിയാൽ ആൻസർ ഫൈനൽ ആൻസർ കിട്ടൂല, ഇവിടെ തെറ്റിക്കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ കിട്ടൂല. രണ്ടിടത്തും തെറ്റിയാലോ? രണ്ടിടത്തും തെറ്റി, അതായത് ഇവിടെ മൈനസ് എടുക്കാൻ വിട്ടുപോയി, ഇവിടെ ഈ പ്രോബ്ലത്തിൽ മൈനസും വിട്ടുപോയെങ്കിൽ അപ്പോൾ എന്തായിരിക്കും? ഫൈനൽ ആൻസർ നിങ്ങൾക്ക് തെറ്റും. എന്നാലും എങ്ങനെയാ? കാരണം അവിടെ പ്ലസ് 73 ആണ് കിട്ടുക. വാല്യൂ സെയിം ആയിരിക്കും, പക്ഷേ എന്തായിരിക്കും? സൈന് തെറ്റായിരിക്കും. സോ ഫൈനൽ ആൻസർ ഈസ് റോങ്. സ്റ്റെപ്പും തെറ്റാണ്, അപ്പോൾ അതിനും മാർക്ക് പോകും. സോ രണ്ട് സ്ഥലത്തും വാല്യൂസ് എടുക്കുമ്പോൾ സോ രണ്ട് വാല്യൂ മൈനസ് കിട്ടും. സോ ടോട്ടലി ഐ വിൽ ഗെറ്റ് minus 73. സോ QBA, ബിയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോൾ ദ വാല്യൂ ഐ ഗോട്ട് ഈസ് minus 73. അപ്പോൾ മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? heat given to the system or absorbed by the system is positive. heat liberated is negative. അപ്പോൾ ഇവിടെ എന്താ? നെഗറ്റീവ് ആണ്. സോ ഹിയർ heat is liberated. heat is liberated. അതിൻ്റെ വാല്യൂ എത്ര? ദാറ്റ് ഈസ് 73 kilojoule amount of heat. 73 kilojoule amount of heat is liberated during this process. Hope second answer is also clear. അപ്പോൾ ഈ പറയുന്ന പോയിന്റ്സുകളൊക്കെ ശ്രദ്ധിക്കുക. ഇനി ഇതേ ചോദ്യത്തിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പോലും പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ ആ കേർവ്ഡ് പാത്ത് ബി എ ഇവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക, ആൻഡ് ഇവിടെ ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരുന്നു ADB. അപ്പോൾ കേർവ്ഡ് പാത്ത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ADB കൂടെ പോയപ്പോഴുള്ള ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ ഞാൻ നേരത്തെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചോദിക്കുന്നത് എന്താ വെച്ചാൽ അവർ കണ്ടീഷൻ തരികയാണ്. ഇഫ് U of A, ഇഫ് U of A എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ E of A തന്നെയാണ്. ഓക്കെ, ആ ചോദ്യത്തിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി 0 ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇക്ക് പകരം U ഉപയോഗിച്ചിട്ടുള്ളത്. ഇഫ് U of A വാല്യൂ ഈസ് ഗിവൺ ആസ് 0 ആൻഡ് U of B വാല്യൂ ഈസ് ഗിവൺ ആസ് 42 kilojoules. അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചത് എന്താ വെച്ചാൽ ഈ AD എന്ന പാത്തിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫറും എത്രയാണ്, അതേപോലെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് നമ്മൾ ഈ പ്രോസസ്സിൽ ഹീറ്റ് കൊടുക്കുക എന്ന് നമ്മൾ പ്രോബ്ലത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു. ആൻഡ് DBയിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണ് എന്നതാണ് നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്, ADയും DBയും. സോ ഇപ്പോൾ നമുക്ക് നേരത്തെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് W വർക്ക് ഡൺ ഫ്രം ADB എന്ന് പറയുന്നത് 10.5 തന്നിട്ടുണ്ട് വർക്ക് ഡൺ. അപ്പോൾ ADB കൂടെ ഉള്ള വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ AD കൂടെ ഉള്ള വർക്ക് ഡൺ, ഇതിൻ്റെ വർക്ക് ഡൺ പ്ലസ് ഇതിൻ്റെ വർക്ക് ഡൺ, W of DB ആണല്ലോ. ഇനി ദിസ് വാസ് ഇൻ എ PV ഡയഗ്രാം അല്ലേ, പ്രഷർ വോളിയം ഡയഗ്രാം ആയിരുന്നു. ഈ DB എന്ന് പറയുന്ന ഈ പ്രോസസ്സ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം എന്തായിരിക്കും? BDയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം അറ്റ് D മൈനസ് വോളിയം അറ്റ് B, അല്ലെങ്കിൽ വോളിയം ഓഫ് B മൈനസ് വോളിയം D എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താ? ഇതിന് രണ്ടിനും ഒരേ വോളിയാണ് PV, പ്രഷർ വോളിയം ഡയഗ്രത്തിൽ അല്ലേ. സോ വാട്ട് അബൌട്ട് വർക്ക് ഡൺ അറ്റ് DB? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് PdV, ചേഞ്ച് ഇൻ വോളിയം. ആ ചേഞ്ച് ഇൻ വോളിയം എത്ര ആയിരിക്കും ഈ ഒരു പ്രോസസ്സിൽ? ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ 10.5 എന്ന് പറയുന്നത് ഈ ഒരൊറ്റ പ്രോസസ്സ് കൂടെ തന്നെ, ഈ ഒരു പാത്ത് കൂടെ ADയിലെ പാത്ത് കൂടെ ഉള്ള ഈ കൂടെ ആയിരിക്കും 10.5 എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, സോ ഇതെനിക്ക് ഒഴിവാക്കാം. DB വർക്ക് ഡൺ അറ്റ് AD ഈസ് 10.5. സോ QAD ഈസ് ഈക്വൽ ടു ഡെൽറ്റ U ഓഫ് AD പ്ലസ് W of AD. ഇങ്ങനെ എനിക്ക് ഇക്വേഷൻ എഴുതി കൂടെ. ആ W of ADയുടെ വാല്യൂ എനിക്കറിയാം, ദാറ്റ് ഈസ് ഗിവൺ as വാട്ട് 10.5. സോ ഇത് 10.5 ആണ്. ആൻഡ് സോറി, ഇവിടെ തന്ന UB അല്ല, സോറി ഇവിടുത്തെ UBയുടെ വാല്യൂ അല്ല തന്നത്, U of D ആണ് തന്നിട്ടുള്ളത്. എന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യനിൽ എനിക്ക് തെറ്റിയതാണ്. ഇവിടെ U of D ആണ് തന്നത്, U of A and U of D. U of A and U of D is given. So delta UAD എന്ന് പറഞ്ഞാൽ UD minus UA. So what is the value? UD minus UA is 42 plus work done AD is 10.5. So
ടോട്ടൽ എത്ര കിട്ടി? I'll get it as 42 plus 10.5 ആണ്. So that is totally 52.5. അതായത് ഹീറ്റ് അബ്സോർബ്ഡ് ഡ്യൂറിങ് ദ പ്രോസസ് AD ഈസ് Q of AD ഈസ് പ്ലസ് 52.5. പ്ലസ് ആകുമ്പോൾ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു അല്ലേ? സോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ആൻഡ് ദ വാല്യൂ ഈസ് 52.5. ക്ലിയർ? അതോടുകൂടി QAD എനിക്ക് കിട്ടി. ദാറ്റ് വാല്യൂ ഈസ് 52.5 ആണ് എനിക്ക് കിട്ടിയ വാല്യൂ. ഇനി അതേപോലെ QDB കാണണം. QDB. സോ QDB ഈസ് അഗെയിൻ ഇക്വേഷൻ ഉപയോഗിച്ചാൽ ഡെൽറ്റ U ഓഫ് DB പ്ലസ് വർക്ക് ഡൺ അറ്റ് DB. അപ്പോൾ വർക്ക് ഡൺ അറ്റ് DB എന്താ? വർക്ക് ഡൺ അറ്റ് DB ഈസ് ഓൾറെഡി ഇറ്റ് ഈസ് 0. ദെൻ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഔസ് Q ഓഫ് DB എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ എഴുതാം? U ഓഫ് B മൈനസ് U ഓഫ് D. ഇവിടുത്തെ ഇൻറ്റേർണൽ എനർജി മൈനസ് ഇവിടുത്തെ ഇൻറ്റേർണൽ എനർജി പ്ലസ് വർക്ക് ഡൺ അറ്റ് DB. ക്ലിയർ? പക്ഷേ ഇതിൽ എനിക്ക് യുടെ വാല്യൂ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ചെയ്യാവുന്നത്, നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ തുടക്കത്തിൽ തന്നിട്ടുണ്ടായിരുന്നു Q ഓഫ് ADB നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. Q ഓഫ് ADB ദ വാല്യൂ വാസ് 62.5 കിലോ ജൂൾ. നമ്മൾ ഫസ്റ്റത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടു. അപ്പോൾ Q ഓഫ് ADB ഈ ടോട്ടൽ പാത്ത് കൂടെ പോകുന്ന ഹീറ്റാണ് 62.5. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Q ഹീറ്റ് ട്രാൻസ്ഫർ അറ്റ് AD പ്ലസ് ഹീറ്റ് ട്രാൻസ്ഫർ അറ്റ് DB ആണ്. എങ്ങനെയാണ്? ഹീറ്റ് ട്രാൻസ്ഫർ അറ്റ് AD പ്ലസ് ഹീറ്റ് ട്രാൻസ്ഫർ അറ്റ് DB ഈസ് ഗിവൺ 62.5. ഇത് നമ്മൾ ആദ്യമേ കണ്ടതാണ്. അതിലെനിക്ക് കാണേണ്ടത് ഇതാണ്, ഹീറ്റ് ട്രാൻസ്ഫർ അറ്റ് DB. സോ ടോട്ടൽ ദ വാല്യൂ 62.5. സോ ഐ ക്യാൻ സേ Q ഓഫ് DB ഈസ് ഈക്വൽ ടു 62.5 മൈനസ് Q ഓഫ് AD കൂടെ ഉള്ള ഹീറ്റ് ട്രാൻസ്ഫർ. AD കൂടെ ഉള്ള ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ കിട്ടി. എത്രയാണ് കിട്ടിയത്? 52.5 കിലോ ജൂൾ ആണ് കിട്ടിയത്. സോ 62.5 മൈനസ് 52.5 കിലോ ജൂൾ എന്ന് പറയുമ്പോൾ ദാറ്റ് വാല്യൂ വിൽ ബി 10 കിലോ ജൂൾസ്. സോ ദാറ്റ് ഈസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ സെൻസ് ഹീറ്റ് ലിബറേറ്റഡ് ടു ദ സറൗണ്ടിങ് ഓവർ ദിസ് പ്രോസസ് ഈസ് 10 കിലോ ജൂൾസ്. സോ ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ദാറ്റ് ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. രണ്ട് പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡയറക്റ്റ് പ്രോബ്ലംസ് ആണ്. പക്ഷേ നമുക്ക് ഇക്വേഷൻ അറിയണം, തരുന്ന സൈൻ കൺവെൻഷൻസ് കറക്റ്റായിട്ട് അറിയണം. കുറച്ച് ക്ഷമയും കൂടെ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി റൈറ്റ് ആൻസർ. സോ ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. ഇങ്ങനെ ഡയറക്റ്റുള്ള പ്രോബ്ലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇങ്ങനത്തെ പ്രോബ്ലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗെറ്റ് ദ ഫുൾ മാർക്സ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി തെർമോഡൈനാമിക്സ് പേപ്പറിൽ ഇങ്ങനെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നാലും പലരും തെറ്റിക്കും, മാർക്ക് കളയും, എക്സാമിന് തോൽക്കുകയും ചെയ്യും. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ബാങ്കും അല്ലെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും അൺസോൾവ്ഡുമായിട്ട് PK നാഗിൻ്റെ ടെക്സ്റ്റ് ബുക്സിലോ അല്ലെങ്കിൽ പല ടെക്സ്റ്റ് ബുക്സും തെർമോഡൈനാമിക്സിന് സ്റ്റാൻഡേർഡ് ഉണ്ട്. അങ്ങനത്തെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഒരുപാട് പ്രോബ്ലംസ് ചെയ്താലേ വർക്കൗട്ട് ചെയ്തിട്ട് മനസ്സിലാവുള്ളൂ. ഈ ഒരു പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് തന്നെ നിങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ സ്വയം ഒന്നുകൂടെ ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾ പ്രോബ്ലം റെഡി ആവുകയുള്ളൂ. നിങ്ങൾ തെർമോഡൈനാമിക്സ് പേപ്പറാണോ, ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് ടു സോൾവ് ദ പ്രോബ്ലംസ് ആൻഡ് ഫൈൻഡ് ആൻസേഴ്സ്. അപ്പോൾ ഇതൊക്കെ ഏറ്റവും എളുപ്പമുള്ള പ്രോബ്ലമാണ്. വെൻ യു ആർ ഗോയിങ് ഫോർ ഹയർ സൈഡ് മോഡ്യൂൾസ്, ഹയർ ആയിട്ടുള്ള മോഡ്യൂൾസിൽ കുറച്ചുകൂടെ പ്രോബ്ലംസ് ലെവൽ കൂടിയതായിരിക്കും. സോ ദീസ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആർ ദ മോസ്റ്റ് ഈസിയസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ദാറ്റ് യു ക്യാൻ എക്സ്പെക്ട് ഇൻ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.